നമ്മൾ പാലക്കാട്ടേക്കാണ് പോകുന്നത്. പാലക്കാടിനെ ഇത്തവണ ചുട്ടുപൊള്ളിക്കുന്നത് കാലാവസ്ഥയാണോ തെരഞ്ഞെടുപ്പാണോ എന്ന് ചോദിച്ചാൽ രണ്ടും എന്നാണ് ഉത്തരം. മണ്ഡലം പിടിച്ചെടുക്കാൻ CPIM-ഉം നിലനിർത്താൻ കോൺഗ്രസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അത്ഭുതം സൃഷ്ടിക്കാൻ BJP-യും ഒപ്പത്തിനൊപ്പമുണ്ട്. പാലക്കാടൻ കാറ്റ് ഇത്തവണ എങ്ങോട്ടും. കേൾക്കാം പാലക്കാട്ടെ കർഷക വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ എന്ത് സംഭവിക്കും? 24 മൈക്ക് എത്തി നിൽക്കുന്നത് കോട്ടേക്കാടാണ്. കർഷക വോട്ടുകൾ നിർണായകമാകുന്ന ഇടം. VK ശ്രീകണ്ഠൻ തുടരാൻ മണ്ഡലത്തിൽ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും VK ശ്രീകണ്ഠൻ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ള ആളാണ്. മുൻ DCC പ്രസിഡന്റിന് ആൾക്കാരായിട്ട് എല്ലാ ആൾക്കാരായിട്ട് അറിവുള്ളതാണ്. അതുപോലെ തന്നെ വികസനങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തുടരാൻ തന്നെയാണ് സാധ്യത. ഇപ്രാവശ്യം LDF-ഉം വരില്ല, UDF-ഉം വരില്ല. കാരണം ഇടതും വലതും പാലക്കാട് ഭരിച്ചു മതിയായിരിക്കുകയാണ്. അപ്പം അടുത്തുകൊണ്ട് ജനങ്ങൾ, നമ്മുടെ വനിത എല്ലാവരും മാറിയിരിക്കുകയാണ്. ഇപ്പോൾ BJP-യിലേക്കാണ് വരാൻ സാധ്യത. നിങ്ങളുടെ ഏറ്റവും സീനിയറായ ലീഡറാണ് മത്സരിക്കുന്നത്. അതെങ്ങനെ റിഫ്ലക്ട് ചെയ്യും? തീർച്ചയായിട്ടും. കാരണം നമ്മളെ ഒരു പാചകവാദത്തിൽ തന്നെ എടുത്തു നോക്കുകയാണ്. 15 കിലോ കർഷകരെ സംബന്ധിച്ചിടത്തോളം 15 കിലോ നെല്ല് വിറ്റ ഒരു കുറ്റി ഗ്യാസ് വാങ്ങിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് 35 കിലോ നെല്ല് വെക്കേണ്ട സ്ഥിതിയാണ്. അതുപോലെ തന്നെ രണ്ട് കിലോ നെല്ല് വിറ്റാൽ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങേണ്ടത് ഇന്ന് 4 കിലോ നെല്ല് വെക്കേണ്ട സ്ഥിതിയാണ് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ സപ്ലൈകോയിൽ സാധനമില്ല, ക്ഷേമ പെൻഷൻ വൈകുന്നു, ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. 100% ബാധിക്കും. കേന്ദ്രത്തിൽ നിന്ന് പണം ഇവിടേക്ക് കിട്ടാനുള്ള പോലും തരുന്നില്ലല്ലോ. എന്തും നെല്ലിന്റെ പണം 5 എന്ത് പറഞ്ഞാലും വാഴാമ്പലിനമാതിരി മുകളിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കും. ഇവർ ചെയ്യേണ്ട പ്രവൃത്തി ഇവർ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നെല്ലിന്റെ പണം പോലും ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഒരു കാര്യം പറയാനുള്ളത്, കേരള സർക്കാർ പറയും കേന്ദ്രമുണ്ട്, കേരള സർക്കാരിന്റെ ദൂർത്തുകൊണ്ടാണ് ഇവിടെ പൈസ ഇല്ലാത്തത്. ഇവർ പറയണു അവർ തരാണ്ടെന്ന്, അവർ പറയണു ഇവർ കൊടുക്കാണ്ടാണെന്ന്. ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടുന്നത്. ഇപ്പോൾ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണോ BJP ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. അങ്ങനെ പറയാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെല്ലിൻ്റെ ആണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവണത തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ്. അനുകൂലിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറും ഈ 5 വർഷത്തിന്റെ ഇടയിലെ ആകെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് 3 തവണയാണ്. എന്തുകൊണ്ട് C. കൃഷ്ണകുമാർ വരണം ഞങ്ങൾ പറയുന്നത്? ഇവിടുത്തെ ഭരണം മതിയായതുകൊണ്ട്. കാരണം LDF ആയിട്ട് മാറി ഭരിച്ച് ജനതയ്ക്ക്, പാലക്കാടൻ ജനതയ്ക്ക് മടുത്തു. വിജയരാഘവൻ തന്നെ ഇവിടെ വരുവുള്ളൂ. ഉമ്മാക്കി കൊണ്ടൊന്നും വിജയരാഘവൻ വരില്ല. കേരള സർക്കാരിന് ജനവികാരം ഒരുപാടുണ്ട്. വരികയാണെങ്കിൽ കോൺഗ്രസ് തന്നെ വരണം.